ഫാറ്റി ലിവർ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് ഇപ്പം യൂഷ്വലി ആർത്രൈറ്റിസ് നമ്മൾ വാദം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ അവർ മിക്കവാറും ഒബേസിറ്റി ഉണ്ടാകും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുട്ടിന് തേയ്മാനം എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഉള്ള എല്ലാവരും ഒബേസിറ്റി ഉണ്ടാവും. അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ ഉണ്ടാവും. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഫൈബ്രോസിസിലായിരിക്കും ഇരിക്കുന്നത്. അതുകൂടാ അല്ലാത്ത ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ നമ്മൾ കൂടുതൽ മരുന്ന് വെച്ചാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ തേയ്മാനത്തിന് പലപ്പോഴും തേയ്മാനം എൻഡ് സ്റ്റേജിലെത്തി സ്റ്റേജ് 4 എത്തിയ ഓപ്പറേഷൻ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്. പക്ഷേ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതിലും നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത് ഈ തേയ്മാനം നമ്മുടെ ഈ മുട്ടുമാറ്റി വയ്ക്കലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിലും നമ്മൾ മോഡേൺ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. ബേസിക്കലി സ്റ്റീറോയിഡ്സ് ഉണ്ടാകും. അതിൻ്റെ കൂടെ മെത്തോട്രെക്സേറ്റ് എന്നുള്ളൊരു മരുന്നുണ്ട്. മെത്തോട്രെക്സേറ്റും മിക്കവാറും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ലിവർ ടോക്സിക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ HCQ, മെത്തോട്രെക്സേറ്റ്, സ്റ്റീറോയിഡ്സ്, പിന്നെ ഇപ്പോഴത്തെ കുറച്ച് നിബ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു ബയോളജിക്കൽസ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ലിവർ ടോക്സിസിറ്റി വരാം. അപ്പം അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ നോക്കിക്കൊണ്ടിരിക്കും. പല പേഷ്യൻസ് ഇപ്പം നമ്മൾ ആർത്രൈറ്റിസും റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് റെഗുലർലി വരാറുള്ളതുകൊണ്ട് പലരും പല മരുന്നുകൾക്ക് അവർക്ക് ലിവറിൻ്റെ എൻസൈം കൂടിയെന്നും പറഞ്ഞ് മരുന്ന് നിർത്തേണ്ടി വരും. മെത്തോട്രെക്സേറ്റ് ഒക്കെ ചിലപ്പം ലിവറിൻ്റെ എൻസൈം കൂടി അല്ലെങ്കിൽ കൗണ്ട് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നിർത്തേണ്ടി വരും. അപ്പം ആ രീതിയിൽ വരുമ്പം നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യുമ്പം മരുന്നുകൾ ഏതായാലും കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്ന ലിവറിന് ദോഷം ചെയ്യും. അപ്പം ലിവറിന് പ്രോബ്ലം ഉള്ളവർ നമ്മൾ മരുന്നുകൾ മാക്സിമം കുറയ്ക്കാനാണ് നോക്കേണ്ടത്. മരുന്ന് കൂടുന്നതനുസരിച്ച് ലിവറിൻ്റെ വർക്ക് ലോഡ് കൂടും. ആ മരുന്ന് തന്നെ പലപ്പോഴും ലിവർ ടോക്സിക് ആയിരിക്കും. ഈവൻ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് പല രാജ്യങ്ങളിലും തന്നെ ഒരു വാണിംഗ് ഇത് കൊടുക്കുന്നത് തന്നെ നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും കാണാറില്ല. എല്ലാവരും ഈ കൊളസ്ട്രോളിനുള്ള മരുന്ന് സ്റ്റാറ്റിനൊക്കെ എടുക്കും. ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് സ്റ്റാറ്റിൻ മരുന്ന് കഴിക്കുന്നത് സൂക്ഷിക്കണമെന്നാണ്. കാരണം നമ്മുടെ ലിവറാണ് നമ്മളുടെ കൊളസ്ട്രോൾ നമുക്ക് ബോഡിക്ക് പല ആവശ്യങ്ങൾക്കും വൈറ്റമിൻ ഡി ഉണ്ടാക്കാനും സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കാനും ഒക്കെ സ്റ്റീറോയിഡ്സ് ഈ കൊളസ്ട്രോൾ വേണം. അപ്പം ഈ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷന് ഈവൻ സ്റ്റീറോയിഡ് ഹോർമോൺസ് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളതനുസരിച്ച് സ്റ്റീറോയിഡ് ഹോർമോൺസും ആവശ്യമുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.